ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2026 റിലീസായ സൈറൻസ് കിസ് എന്ന കൊറിയൻ റൊമാൻറ്റിക് മിസ്റ്റീരിയസ് ത്രില്ലർ സീരീസിലെ എപ്പിസോഡ് 6 മുന്നേയുള്ള എപ്പിസോഡുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. ഫയർ ആക്സിഡന്റിൽ അച്ഛനും അമ്മയും മരിച്ച് ഹാൻ മാത്രം രക്ഷപ്പെട്ടതിനെ പറ്റിയും തീ കൊളുത്തിയത് നിങ്ങളല്ലേ എന്നും അവളോട് ചോദിക്കുമ്പോൾ അതെ എന്ന് അവൾ മറുപടി നൽകുന്നു. അത് കേട്ട് അവൻ ശരിക്കും ഞെട്ടുന്നു. കണ്ണു നിറഞ്ഞു പുറത്തേക്ക് പോകുന്ന അവളെ അവൻ പിടിച്ചു നിർത്തി. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പറയാൻ പറഞ്ഞപ്പോൾ ഇൻഷുറൻസ് തുക തട്ടാനായി അച്ഛനെയും അമ്മയെയും കൊന്നതാണ്, കാമുകന്മാരിൽ നിന്നും പൈസ തട്ടാനായി അവരെയും ഞാൻ കൊന്നതാണെന്നും ഈയൊരു ഉത്തരമല്ലേ നിനക്ക് എന്നിൽ നിന്നും കിട്ടാനുള്ളതെന്ന് അവനോട് ചോദിക്കുമ്പോൾ അതൊന്നും വിശ്വസിക്കാത്ത അവൻ നീ സത്യം പറയാൻ പറഞ്ഞവളോട് ദേഷ്യപ്പെടുന്നു. നിറകണ്ണുകളോടുകൂടി ഹാൻ, ഞാൻ എപ്പോഴും സത്യം മാത്രമേ പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ, നിങ്ങളത് വിശ്വസിക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അവിടെ നിന്നും കിം മരിച്ച ആ ഗ്ലാസ് ടോപ്പിലേക്ക് നോക്കി റൂഫ് ടോപ്പിൽ അവൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. അന്ന് ഹാൻ കുത്തിക്കേറിയ ആ പെയിന്റിംഗ് കാണിച്ച് ചെയർവുമണിനോട് മാനേജർ നിങ്ങൾ ഇനിയും അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുതെന്നും അവൾ കാരണം എല്ലാവരുടെ ഇടയിലും ഞാൻ നാണം കെട്ടു എന്നും പറയുമ്പോൾ അവളെനിക്ക് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണെന്നും അവർ പറയുമ്പോൾ ഞാൻ ഹാനിനെ പറ്റി ഒരു കാര്യം അറിഞ്ഞു എന്ന് പറഞ്ഞ് അയാൾ എന്തോ ഒന്ന് അവരുടെ ചെവിയിൽ പറയുന്നു. ഇതെല്ലാം ഹാൻ കാണുന്നുമുണ്ട്. അവിടെ നിന്നും വൂസോക്ക് അന്ന് ബാറിലിരിക്കുമ്പോൾ ഇൻഷുറൻസ് സ്കാമേഴ്സിന് പൈസയുടെ രുചി കിട്ടിയാൽ വീണ്ടും വീണ്ടും അത് വേണമെന്ന് തോന്നും. നിങ്ങളാണോ സോങ്സിനെയും കിമ്മിനെയും കൊന്നതെന്നും അവളോട് അന്ന് ചോദിച്ചതും ആലോചിച്ച് ഹാൻ അങ്ങനെ അവിടെ നിൽക്കുന്നു. വൂസോക്ക് സീനിയർ ഓഫീസറുമായി പിന്നെ ഒരു ഹോട്ടലിലിരുന്ന് ഫുഡ് കഴിക്കുന്ന നേരം ഒരിക്കലെങ്കിലും ഒരു കേസ് തെളിയിക്കുമ്പോൾ തെളിവുകൾ അവർക്കെതിരായിരിക്കരുതെന്ന് ഒരിക്കലെങ്കിലും സാർ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പോഴും ഹാനിനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഓഫീസർ ചോദിക്കുന്നു. അവനൊന്നും മിണ്ടുന്നില്ല. അതായത് അവൻ അവളുടെ അച്ഛനും അമ്മയും ഹാനാണ് കൊന്നതെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം അവൻ അവളുമായി അത്രയ്ക്ക് കണക്റ്റ് ആയിരുന്നു. അവിടുന്ന് യുൻഹോക്കുമായി സംസാരിച്ചിരിക്കുന്ന ഹാനിനോട് നീ എന്തുകൊണ്ടാണ് എപ്പോഴും എൻ്റെ കൂടെ തന്നെ കാണുന്നതെന്നും എനിക്ക് പുകയുടെ മണമാണെന്ന് പറഞ്ഞ് ആരും എൻ്റെ അടുത്തേക്ക് വരാറ് പോലുമില്ലായിരുന്നു. പക്ഷെ നീ എനിക്ക് വേണ്ടി എന്നും ആ കഫറ്റേരിയയിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നീ ഉള്ളത് കൊണ്ടാണ് ഞാൻ അന്നൊക്കെ സ്കൂളിൽ വരാറുണ്ടായിരുന്നതെന്നും അവനോട് അവൾ പറയുമ്പോൾ ഇതൊന്നും നമ്മുടെ തെറ്റല്ല എന്ന് പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. അതായത് യുൻഹോക്കിന്റെ അമ്മ അവരെ ഉപേക്ഷിച്ച് പോയി. അവന്റെ അച്ഛനാണെങ്കിൽ നിന്റെ അമ്മയെ തിരികെ കൊണ്ടുവാ, നീയും അവളെ പോലെ തന്നെയാണെന്നും പറഞ്ഞ് അയാൾ മക്കളെ തല്ലുന്നു. പേടിച്ച് അവിടെ നിന്നും ഇറങ്ങി ഓടുന്ന അവരെ അയാൾ റോഡിലിട്ടും തല്ലുമ്പോഴാണ് ഹാൻ അയാളെ തലക്കടിച്ച് വീഴ്ത്തുകയും അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയും ചെയ്യുന്നു. അന്നു മുതൽ അവർ ഉറ്റ സുഹൃത്തുക്കളായി മാറി. അങ്ങനെയൊക്കെ സംഭവിച്ചതൊന്നും നമ്മുടെ തെറ്റുകൊണ്ടല്ല എന്നും അന്ന് നിന്റെ വീട്ടിൽ ഫയർ ആക്സിഡന്റ് നടന്നതും ഒരിക്കലും നിന്റെ തെറ്റല്ല, നീ അതെല്ലാം മനസ്സിൽ നിന്ന് എടുത്തു കളയണമെന്നും അവൾ അവനോട് പറയുന്നു. പിറ്റേന്ന് കിമ്മിന്റെ കേസ് വീണ്ടും റീഓപ്പൺ ആക്കാൻ അനുമതി കിട്ടിയെന്നും എന്നാൽ ഈ കേസ് ഇനിയും എവിടെയെങ്കിലും വെച്ച് സ്റ്റക്കായാൽ എനിക്കിതിൽ നിന്നും റിസൈൻ ആകേണ്ടി വരും, അതുകൊണ്ട് തന്നെ ഈ കേസ് നമുക്ക് കാര്യമായി തന്നെ നോക്കണമെന്നും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്ന് അവിടെ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസ് എടുക്കണമെന്നും അവരെ ഓരോരുത്തരെ പറ്റിയും നമുക്ക് അന്വേഷിക്കാമെന്നും അയാൾ പറയുന്നു. പിന്നീട് റോയൽ ഓപ്ഷൻ കമ്പനിയിൽ വുമൺ പോർട്രേറ്റ് എക്സിബിഷനെ പറ്റിയും മറ്റുമൊക്കെ ഒരു ആങ്കർ ഹാനോട് ഇന്റർവ്യൂ നടത്തുന്നത് കാണിക്കുന്നു. അതിലുണ്ടായിരുന്ന സൈറൺ എന്ന പെയിന്റിങ്ങിനെ പറ്റിയും അവൾ സംസാരിക്കുമ്പോൾ ഇതിന് നിങ്ങളുടെ ജീവിതവുമായി ബന്ധമുണ്ടല്ലോ എന്ന് ആങ്കർ ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് വല്ലാതെയാകുന്നു. നിങ്ങളുടെ ഫിയാൻസി മരണപ്പെട്ടു എന്ന് അറിഞ്ഞു, നിങ്ങൾക്കത് വളരെ പ്രയാസമുണ്ടായില്ലേ എന്നും അതിനുശേഷം കിമ്മിന്റെ മരണവും നിങ്ങളെ തളർത്തിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളൊന്ന് പുഞ്ചിരിക്കുകയും നമുക്കിത് നിർത്തിയാലോ എന്നും അവൾ ചോദിക്കുന്നു. ആങ്കർ അങ്ങനെ ചോദിച്ചത് യുൻഹോക്കിനും അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഹാനിനെ ഇറിറ്റേറ്റ് ചെയ്യാനും എന്തെങ്കിലും സത്യം അറിയുമോ എന്നും അറിയാനായി മാനേജറാണ് ആങ്കറിനോട് ആ ചോദ്യങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെടുന്നത്. അവളിൽ നിന്നും പ്രത്യേകിച്ച് ഒരു റെസ്പോൺസും കിട്ടിയില്ല എന്നും ഒരു ആനുവൽ കോൺട്രാക്റ്റ് ഡോക്യുമെന്റ് ആങ്കർ അയാൾക്ക് നൽകുകയും ചെയ്യുന്നു. എനിക്കെന്തെങ്കിലും കണ്ടന്റ് തന്നു കഴിഞ്ഞാൽ ഞാനത് പൊടിപ്പും തൊങ്ങലുമാക്കി പറഞ്ഞ് അത് ആൾക്കാരിലേക്ക് എത്തിക്കുമെന്നും പറയുമ്പോൾ നോക്കട്ടെ, ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറയാമെന്ന് മാനേജർ പറഞ്ഞ് പിന്നീട് അവിടുന്ന് സീൻ കട്ട് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന മാനേജറെ കാണിക്കുന്നു. സൈറൺ എന്ന പെയിന്റിംഗ് നോക്കി നിൽക്കുന്ന ഹാനിന്റെ അടുത്തേക്ക് വൂസോക്ക് വരികയും ചില്ലർ പെയിന്റിങ്ങിന്റെ ഇൻഷുറൻസ് പോളിസി അവൾക്ക് കൊടുക്കുകയും നിന്റെ പാരൻസ് മരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഇൻഷുറൻസ് കമ്പനി ഇപ്പോൾ ഇല്ലെന്നും അത് പഴയ കേസായതുകൊണ്ട് അതിന് ഡീറ്റെയിൽസ് കിട്ടാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണോ നീ എന്നോട് കൺഫസ് ചെയ്തതെന്നും ചോദിക്കുമ്പോൾ ആ ദിവസം എന്താ നടന്നതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നും നിന്നെ ഞാൻ വിശ്വസിക്കണമെന്നല്ലേ നിനക്ക് ആഗ്രഹം, എന്തുകൊണ്ട് ഈ കേസിൽ അതില്ല എന്ന് ചോദിക്കുമ്പോൾ അവൾ അവിടെ നിന്നും പോകുന്നു. പുറത്തേക്കിറങ്ങുന്ന ഹാനിന്
സൂഹോയുമായി അവൾ പണ്ടെടുത്ത ഒരു ഫോട്ടോ മെസ്സേജ് വരികയും അത് കണ്ട് പെട്ടെന്ന് അവളുടെ ഫോൺ കയ്യിൽ നിന്ന് താഴെ വീഴുകയും ചെയ്യുന്നു. ശേഷം അവൾ വൂസോക്കുമായി സംസാരിക്കുന്നതിൻ്റെയും പല ചിത്രങ്ങളും മെസ്സേജായി വരുമ്പോൾ ഫോൺ എടുത്ത് നിങ്ങൾ ആരാണെന്ന് മെസ്സേജ് ഇടുമ്പോൾ ഫെലിക്സ് സ്റ്റോറേജിൻ്റെ അഡ്രസ്സ് അയച്ചു കൊടുക്കുകയും 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വലിയ രഹസ്യം ലോകമറിയുമെന്നും അവൾക്ക് മെസ്സേജ് വരുന്നത് കണ്ട് അവൾ പേടിക്കുന്നു. അവൾ അവിടെ നിന്നും വെപ്രാളത്തിൽ എങ്ങോട്ടോ കാറെടുത്ത് പോകുന്നത് കണ്ട് അവളെ വൂസോക്കും പിന്തുടരുന്നു. അങ്ങനെ റിസപ്ഷനിസ്റ്റ് നൽകിയ കാർഡുമായി അവൾ ഒരു സ്റ്റോറേജ് റൂമിലേക്ക് പോകുന്നു. VNS സ്റ്റാക്കിൻ്റെ അടുത്തേക്ക് അവൾ നടന്നു നീങ്ങുന്നു. ഇതേ സമയം തന്നെ ലൂക്കിന് അവിടുത്തെ സ്റ്റോറേജ് ഫെസിലിറ്റിയെ പറ്റിയൊക്കെ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു കൊടുക്കുകയും CCTV ഉപയോഗിച്ച് നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇതൊക്കെ മോണിറ്റർ ചെയ്യാമെന്നും പറഞ്ഞ് അയാൾ CCTV ദൃശ്യങ്ങൾ അവന് കാണിച്ചു കൊടുക്കുമ്പോൾ സ്റ്റോർ റൂമിനകത്ത് ഹാൻ നിൽക്കുന്നത് അവനും കാണുന്നു. അവിടെ സോങ്സിനുമായി അവൾ ഉണ്ടായിരുന്ന ഫോട്ടോ ഇരിക്കുന്നത് കണ്ട് അവൾ പേടിക്കുന്നു. അവൻ വെള്ളത്തിൽ മരിച്ച് കിടന്നതൊക്കെ അവൾ പെട്ടെന്ന് ഓർത്ത് ഫോട്ടോ അവളുടെ കയ്യിൽ നിന്നും താഴേക്ക് വീഴുന്നു. വൂസോക്ക് അന്വേഷിച്ച് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അവിടെ നിന്നും ഒരാൾ ഹാനിനെ നോക്കുന്നത് വൂസോക്ക് കാണുകയും വൂസോക്കിനെ കണ്ട് അവിടെ നിന്നും അയാൾ ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അവിടെ അങ്ങനെ പരിസരം മറന്ന് ഹാൻ നിൽക്കുമ്പോഴാണ് മുകളിൽ നിന്നും ഒരു ഗ്ലാസ് പീസ് താഴേക്ക് വീഴുന്നത് വൂസോക്ക് കാണുകയും അവൻ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് അവളെ രക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അങ്ങോട്ട് ലൂക്കും ഓടിയെത്തുന്നുണ്ട്. ശേഷം ലൂക്കിൻ്റെ അസിസ്റ്റന്റ് അവൾക്ക് വീണതിൽ പരിക്കുണ്ടായ മുറിവിന് മരുന്ന് വെച്ച് കൊടുക്കുന്നു. ശേഷം അവർ അവിടെ നിന്നും പോകുമ്പോൾ ഇവർ നേരത്തെ ഒരു നേഴ്സായിരുന്നു, ഇപ്പോൾ എൻ്റെ സെക്രട്ടറി ആണെന്ന് പറയുമ്പോൾ അതെന്താ അങ്ങനെ ഒരാളെ ഹയർ ചെയ്തതെന്ന് അവൾ ചോദിക്കുമ്പോൾ എനിക്ക് ഇതിനു മുന്നേ ഒരു ആക്സിഡൻ്റ് ഉണ്ടായെന്നും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എനിക്കിപ്പോഴും ഉണ്ട്, ഞാനവളെ സ്പെസിഫിക്കലി ഹയർ ചെയ്തതാണെന്നും അവൻ പറയുന്നു. പിന്നീട് അപകടം നടന്ന സ്ഥലത്തു നിന്നും വൂസോക്കിന് ഒരു വയറ് കിട്ടുമ്പോൾ പ്ലാൻ ചെയ്ത് അവളെ അപകടപ്പെടുത്താൻ ആരോ ശ്രമിച്ചതാണെന്ന് അവന് മനസ്സിലാകുന്നു. ആ സ്റ്റോറേജ് റൂം ആരുടേതാണെന്നും അവരുടെ ഡീറ്റെയിൽസ് തരാൻ പറയുമ്പോഴും സ്റ്റാഫ് അതിനെ വിസമ്മതിക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ട് വരുന്ന ലൂക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ കാര്യവും എനിക്കൊന്ന് ആലോചിക്കണമെന്ന് പറയുമ്പോൾ സ്റ്റാഫ് ധർമ്മസങ്കടത്തിലാകുന്നു. ശേഷം അവിടുന്ന് കിട്ടിയ ഫോട്ടോയും നോക്കിയിരിക്കുന്ന ഹാൻ സോങ്സ് അന്ന് അവളെ പ്രപ്പോസ് ചെയ്തതും ശേഷം അവൻ മരിച്ചു അവൻ്റെ ബോഡി അവൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോയതുമൊക്കെ അങ്ങനെ ഓർത്തിരിക്കുകയാണ്. അവിടുന്ന് ലൂക്കിനോട് സംസാരിക്കുന്ന വൂസോക്ക് നിങ്ങൾ കറക്റ്റ് സമയത്ത് എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പുതിയ ബിസിനസ്സിന് ഒരു വെയർഹൗസ് ആവശ്യമാണ്, അതിൻ്റെ ആവശ്യത്തിനായി ഇവിടെ വന്ന് നോക്കിയതാണെന്ന് പറയുകയും നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഹാൻ സ്റ്റോറേജിൻ്റെ ആവശ്യങ്ങൾക്കായി ഞങ്ങൾ ഇവിടെ വന്നതാണെന്ന് പറഞ്ഞ് അവനോട് നന്ദി പറഞ്ഞ് അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ വൂസോക്കിനോട് നിങ്ങൾ എന്തിനാ എന്നെ ഫോളോ ചെയ്യുകയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാണ് ഇവിടെ വന്നതെന്നും എന്തിനാണ് അകത്തു പോയതെന്നും നിന്നെ ആരോ മനഃപൂർവ്വം ട്രാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അപകടപ്പെടുത്താൻ നോക്കിയതാണെന്നും നിനക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ എന്നും വിഷമത്തിലും ദേഷ്യത്തിലും അവളോട് വൂസോക്ക് ചോദിക്കുമ്പോൾ ഞാനതിന് നിങ്ങളുടെ മുന്നിൽ ഒരു സസ്പെക്റ്റ് അല്ലേ എന്ന് ഹാൻ ചോദിക്കുന്നു. ഞാൻ എങ്ങനെ കാണുന്നു എന്നുള്ളതല്ലല്ലോ ഇവിടെ പ്രസക്തം, നീ തന്നെയല്ലേ നിന്റെ പാരൻസിനെ കൊന്നതെന്ന് പറഞ്ഞതും, എന്നിട്ട് നീ ആയിരിക്കരുതെന്ന് കരുതി അതിനുള്ള തെളിവുകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ. അവിടുന്ന് സീൻ കട്ടായി മാനേജറോട് അന്ന് വന്ന VIP-കളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിയുകയാണ് ജോ. അന്ന് പാർട്ടിയിൽ ഉണ്ടായിരുന്നവരെ പറ്റി ചോദിച്ചറിയുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഹാനിൻ്റെ ഫ്രണ്ടിനെ പറ്റിയും അവർ ചോദിക്കുന്നു. അത് ഹാനിൻ്റെ ഫ്രണ്ടാണെന്നും കമ്പനിക്ക് അടുത്താണ് അവർ ബാർ നടത്തുന്നതെന്നും അയാൾ പറയുന്നു. പിന്നെ ലൂക്ക് പാർട്ടിയിലേക്ക് നടന്നു വരുന്ന വീഡിയോ കാണിച്ച് മരിക്കുന്നതിനു മുന്നേ അവസാനമായി അവൾ കണ്ടത് ലൂക്കിനെ ആണെന്നും പറയുമ്പോൾ അവൻ അയാളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഹാനുമായും അയാൾക്ക് നല്ല അടുപ്പത്തിലാണെന്നും അവരോട് പറയുന്നു. പക്ഷെ അത് അങ്ങനെ സീരിയസ് ഒന്നും ആയിരിക്കില്ല, കാരണം അയാളെപ്പോലൊരു പണക്കാരൻ അവളുടെ പുറകെ പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പക്ഷേ എനിക്ക് അവിടെ വേറൊരുത്തന്നെ സംശയമുണ്ടെന്ന് പറഞ്ഞ് യുൻഹോക്കിനെ കാണിക്കുകയും കമ്പനിയിൽ പരക്കെ യുൻഹോക്ക് ഹാനിനെ ആരാധിക്കുന്നതിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമെന്നും അവർ ഫ്രണ്ട്സ് ആണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും അവനെ ഹയർ ചെയ്യില്ലായിരുന്നു എന്നും മാനേജർ പറയുന്നു. ഇതെല്ലാം കേട്ടുനിന്ന സീനിയർ ഓഫീസർ പിന്നീട് ജോയോട് സോങ്സിന്റെ മരണത്തിലും കിമ്മിന്റെ മരണത്തിലും ക്രൈം സീനിൽ യുൻഹോക്ക് ഉണ്ടായിരുന്നുവെന്നും അന്ന് സ്റ്റേഷനിൽ അവൾക്കായി അലിബൈ കൊണ്ടുവന്നതും അവനാണെന്നും ഓഫീസർ പറയുമ്പോൾ വ്യക്തമായ തെളിവുകൾ അവനെതിരെ കിട്ടിയിട്ട് വേണം നമുക്കവനെ കസ്റ്റഡിയിൽ എടുക്കാനെന്ന് അവൾ പറയുമ്പോൾ കിമ്മിന്റെ കേസിൽ നമ്മളിപ്പോൾ സ്റ്റക്കാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോങ്സിന്റെ കേസുമായി മുന്നോട്ട് പോകാമെന്ന് ഓഫീസർ പറയുന്നു. പിന്നീട് കാറിലിരുന്ന അവൾക്ക് വന്ന മെസ്സേജ് വൂസോക്കിനെ കാണിച്ചു കൊടുക്കുകയും ഞാൻ ഒറ്റയ്ക്ക് വന്നാൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാലോ എന്ന് ഓർത്താണ് വന്നതെന്നും അവൾ പറയുമ്പോൾ ഇതൊരിക്കലും നിനക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ഞാൻ വന്നതുകൊണ്ടാണ് അവരുടെ പ്ലാൻ സക്സസ്ഫുൾ ആവാത്തതെന്നും പറയുമ്പോൾ ലൂക്കാണ് ഇതിന് പിന്നിലെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ ആ സ്ഥലത്ത് ഒരു സ്ട്രേഞ്ചറെ കണ്ടു, പോരാത്തതിന് ആ സമയത്ത് തന്നെ ലൂക്ക് അങ്ങോട്ടേക്ക് ഓടി വരികയും ചെയ്തു എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മളെ ഇപ്പോഴും ആരോ വാച്ച് ചെയ്യുന്നുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞ്
അവൾ ചുറ്റും പേടിയോടുകൂടി നോക്കുന്നുണ്ട്. പിന്നീട് രാത്രി ഹാനിന്റെ വീട്ടിലേക്ക് പാർക്കിങ്ങിൽ എത്തുമ്പോൾ അവരെ പിന്തുടർന്ന ഒരു കാർ വരുന്നതും അവർ ശ്രദ്ധിക്കുന്നു. നമുക്ക് ഒരുമിച്ച് മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവനെയും കൂട്ടി ഹാൻ വീട്ടിലേക്ക് പോകുമ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോ ആരോ പകർത്തുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന വൂസോക്ക് അവിടെയൊക്കെ ചുറ്റി നടന്ന് കാണുമ്പോൾ മിനി ബാറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സോങ്സിൻ അവൾക്കായി കൊടുത്ത സൈറണിന്റെ ലോഗോ ഉള്ള വൈൻ ബോട്ടിൽ ഇരിക്കുന്നത് കണ്ട് ഇത് കോമൺ വൈനാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇത് സോങ്സിൻ അവന്റെ റെസ്റ്റോറൻറ്റിൽ എക്സ്ക്ലൂസീവായി വിൽക്കുന്ന വൈനാണെന്ന് അവൾ പറയുമ്പോൾ ഞാനിത് ലൂക്കിന്റെ വീട്ടിലും കണ്ടു എന്നും അതിനർത്ഥം അവനും ആ റെസ്റ്റോറൻറ്റിൽ പോയി എന്നല്ലേ എന്നും അവളോട് അവൻ ചോദിക്കുന്നു. ഇതേ സമയം തന്നെ ആരോ വൂസോക്കും ഹാനും തമ്മിൽ സംസാരിക്കുന്നതും അവൻ അവളുടെ ഫ്ലാറ്റിലേക്ക് കയറി പോകുന്നതിനെയും ഒക്കെ ഫോട്ടോസ് നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഹാൻ, നിങ്ങൾക്ക് എന്നെ പേടിയില്ലേ എന്നും ഞാൻ ചിലപ്പോൾ നിങ്ങളോട് എൻ്റെ കാമുകന്മാരെ കൊന്നിട്ട് കള്ളം പറഞ്ഞതായിരിക്കാമെന്നും തീയിട്ടത് ഞാനാണെന്നും പറയുമ്പോൾ നീ ആ പറഞ്ഞ ഒരൊറ്റ കാര്യമാണ് എന്നെ പിടിച്ച് കുലുക്കുന്നതെന്ന് അവളോട് പറയുകയും അവിടുന്ന് ഫ്ലാഷ് ബാക്കിലേക്കും പോകുന്നു. പലിശക്കാർ പണം തിരികെ ചോദിച്ച് ആർട്ടിസ്റ്റായ തൻ്റെ അച്ഛനെ പൊതിരെ തല്ലുന്നത് നിസ്സഹായയായി നോക്കി നിൽക്കുകയും അവളെയും അവർ ഉപദ്രവിക്കുന്നതും കാണിക്കുന്നു. സിനിമ കാണാൻ എന്ന് പറഞ്ഞ് അവൾക്ക് കുറച്ച് പൈസ കൊടുത്ത് അമ്മ അവളെ പറഞ്ഞു വിടുകയും എന്നാൽ സിനിമ കാണാതെ അവർക്ക് 3 പേർക്കുമുള്ള ഭക്ഷണവുമായി അവൾ തിരികെ വരുമ്പോൾ വിഷം കഴിച്ചു കഴിഞ്ഞിരുന്നു അമ്മയും അച്ഛനും. ശേഷം അവർ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ നേരമാണ് അവൾ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴേക്കും അച്ഛൻ മരണപ്പെട്ടിട്ടുണ്ട്. അവശതയിലുണ്ടായിരുന്ന അമ്മ തങ്ങളെ തീ വയ്ക്കാൻ അവളോട് ആവശ്യപ്പെടുന്നു. ആക്സിഡന്റൽ മരണമാണെന്ന് വരുത്തി തീർക്കാനാണ് അവർ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചതെന്ന് മനസ്സിലാവുകയും അങ്ങനെ ആ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഞാനത് അങ്ങനെ ചെയ്തതെന്നും ശേഷം ഞാനും അതിലേക്ക് എടുത്ത് ചാടിയെങ്കിലും പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ അതിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു ഉണ്ടായത്. അങ്ങനെ ആ നരകത്തിൽ ഞാൻ ഒറ്റയ്ക്ക് എന്നും പറഞ്ഞവൾ കരയുകയും അവരുടെ മരണശേഷമാണ് ഇൻഷുറൻസ് തുക കിട്ടാനാണ് അവർ ആത്മഹത്യ ചെയ്തതെന്ന് മനസ്സിലായതും അവരുടെ ജീവന്റെ വിലയാണ് എൻ്റെ ഈ ജീവിതമെന്നും അവൾ കൂടിച്ചേർക്കുന്നു. ഇതൊക്കെ പറഞ്ഞു പൊട്ടിക്കരയുന്ന ഹാനിനെ വൂസോക്ക് സമാധാനിപ്പിക്കുന്നു. പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ സോങ്സിന്റെ മരണത്തെ പറ്റിയുള്ള ഫയൽ നോക്കിക്കൊണ്ടിരുന്ന ഓഫീസർ അയാളുടെ മരണം നടക്കുന്നതിന്റെ തലേന്ന് യാച്ചിൽ റിപ്പയറിംഗ് നടന്നിട്ടുണ്ടല്ലോ, അതിന്റെ ഡീറ്റെയിൽസ് എടുക്കണമെന്നും പറയുന്നു. പിന്നീട് അവിടുന്ന് ഹാൻ ഓഫീസിൽ എത്തുമ്പോൾ സിയയോട് നമ്മുടെ സ്റ്റോറേജ് റൂമുകളുടെ ലിസ്റ്റ് എനിക്ക് കൊണ്ടുതരാൻ പറയുകയും അത് കേട്ട് അവൾ അത് കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ ലിസ്റ്റിൽ ഫെലിക്സ് സ്റ്റോറേജിനെയും പേര് കാണുമ്പോൾ അവിടെ നമ്മൾ എന്ത് സാധനങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ചെയർവുമന്റെ പേഴ്സണൽ സ്റ്റോറേജ് റൂമാണെന്നും നമ്മൾ കോൺട്രാക്ട് എടുത്തിട്ടേ ഉള്ളൂ, അവിടെ ഒരു സാധനങ്ങളും സ്റ്റോർ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവെന്നും അവൾ പറയുന്നു. അങ്ങനെ അവൾ ചെയർവുമനെ കാണാനായി പോവുകയും അവരപ്പോൾ ആർക്കോ വേണ്ടി കിംചി ഉണ്ടാക്കുകയായിരുന്നു. ഇത് ഡോങ്കിന് വേണ്ടിയാണോ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേയെന്നും 3 ബില്യൺ ഏതോ ഒരു പെയിന്റിങ്ങിന് വേണ്ടി ചെലവാക്കി അവർക്കിത് കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു, അവരെൻ്റെ ഇൻവിറ്റേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരിക്കും എന്നും പറയുമ്പോൾ ആ 3 ബില്യന്റെ കാര്യം എങ്ങനെയാണ് മാഡം അറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതവരുടെ കണ്ണിൽ നോക്കി ഞാൻ മനസ്സിലാക്കിയതാണെന്ന് അവർ പറയുന്നു. പിന്നീട് അടുത്ത എക്സിബിഷന്റെ പ്രൊപ്പോസൽ ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്, അത് നോക്കാൻ അവൾ ആവശ്യപ്പെടുമ്പോൾ അവരത് നോക്കാനായി പാസ്വേഡ് അടിക്കുന്നത് അവളും നോക്കി വെക്കുന്നുണ്ട്. അവൾ അവിടെ നിന്നും പോകുന്നത് ചെയർവുമൺ നോക്കിയിരിക്കുന്നു. പിന്നീട് ഓഫീസിലെ ഒരു സ്റ്റാഫ് അവർ ഉണ്ടാക്കിയ കിംജിയുമായി ഒരു വീട്ടിൽ പോകുന്നതും കാണിക്കുന്നുണ്ട്. പിന്നീട് യാച്ചിലെ മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്യുന്ന ആളുടെ അടുത്തേക്ക് ഓഫീസറും ജോയും ചെല്ലുന്നു. അന്ന് അവിടെ നടന്ന മെയിൻ്റനൻസ് ഡീറ്റെയിൽസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു ലൂസ് പ്രോബ്ലം ആയിരുന്നു എന്നും അത് ഞാൻ തന്നെ അന്ന് ശരിയാക്കിയെന്നും അയാളോട് മെക്കാനിക്ക് പറയുമ്പോൾ അന്ന് സോങ്സിൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അന്ന് അയാൾക്ക് പകരം അയാളുടെ ഫ്രണ്ട് യുൻഹോക്കാണ് അന്ന് വന്നിരുന്നതെന്നും ആ ഷിപ്പിൻ്റെ കീ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനന്ന് മെയിൻ്റനൻസ് ചെയ്തതെന്നും പറയുന്നത് കേട്ട് ഓഫീസർ ജോയെ നോക്കുന്നു. പിറ്റേന്ന് ഹാൻ യുൻഹോയെയും സിയെയും വിളിച്ച് നിങ്ങളിൽ ഒരാളായിരിക്കും അടുത്ത ഓപ്ഷൻ എൻ്റെ കൂടെ ഉണ്ടാവുക, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പരിശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വൂസോക്ക് വരുന്നത്. അവനെ കണ്ട് അവൾ ചിരിക്കുന്നതും അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓഫീസിൽ വരുന്നതും സ്റ്റാഫുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഉച്ചയ്ക്ക് ലഞ്ചിന് പോകുമ്പോൾ യുൻഹോയും കൂട്ടരുടെയും സംസാര വിഷയവും ഹാനും വൂസോക്കുമായിരുന്നു. ഹോങ്ജിയുടെ ബാറിലിരുന്ന് അവർ ലഞ്ച് കഴിക്കുന്നതും അതുവഴി പോയ യുൻഹോയും കൂട്ടരും കാണുന്നുണ്ട്. അവരിങ്ങനെ ജനലരികിൽ നിൽക്കുന്നത് ഹാനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലൂക്കിനെ പറ്റി നിങ്ങൾക്കറിയാവുന്ന ഡീറ്റെയിൽസ് എല്ലാം എന്നോട് പറയാൻ വൂസോക്ക് പറയുമ്പോൾ കിമ്മു മരിക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുന്നേ എക്സിബിഷൻ പ്രിവ്യൂവിലാണ് ഞാൻ അയാളെ ആദ്യമായി കണ്ടതെന്നും അയാളെ അതിനു മുന്നേ എനിക്ക് യാതൊരു പരിചയമില്ലായിരുന്നുവെന്നും
അവൾ ഉറപ്പിച്ചു തന്നെ പറയുന്നു. നിന്നെ അയാൾക്ക് നേരത്തെ കൂട്ടി അറിയാമായിരിക്കും. അതിനുശേഷമാണ് നിന്നെ അപ്രോച്ച് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അയാളായിരിക്കാം ആ 3 പേരെയും കൊന്നതെന്നും അവൻ പറയുന്നു. ഇങ്ങനെ ഇവർ സംസാരിക്കുന്നത് അതുവഴി വന്ന യുൻഹോക്കും കാണുന്നുണ്ട്. ഹാനിന്റെ ഫോണിൽ നിന്നും അന്ന് സോങ്സിൻ മരിച്ചതിന്റെ അന്നുള്ള കോൾ റെക്കോർഡ് നോക്കുമ്പോൾ യുൻഹോക്ക് അവളെ വിളിച്ചതും പോലീസ് വിളിച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ അവർ അവിടെ എത്തിയെന്നും ജോ പറയുമ്പോൾ നീ എന്തുകൊണ്ടാണ് കേസിന്റെ തെളിവുകളിൽ ഈ ഫോൺ ആഡ് ചെയ്യാത്തതെന്ന് അവളോട് പോസോങ് ചോദിക്കുമ്പോൾ ഇതെനിക്ക് താമസിച്ചാണ് കിട്ടിയതെന്ന് പറഞ്ഞ് അവൾ തടി തപ്പുന്നു. അവിടുന്ന് ഹാക്കറെ വൂസോക്ക് കാണാൻ പോവുകയും എന്നാൽ പബ്ലിക്കായി CEO ആയ അയാളുടെ ഫോട്ടോ യുവർ ഹോം എന്ന അയാളുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടില്ല. കാണാൻ അത്രയും സുന്ദരനായ അയാൾ എന്തുകൊണ്ടാണ് അത് കൊടുക്കാത്തതെന്ന് എനിക്ക് ഡൗട്ടുണ്ടെന്നും ഹാക്കർ വൂസോക്കിനോട് പറയുന്നു. അതിലൊരു ഫോട്ടോ കണ്ട് അത് സൂം ചെയ്യാൻ പറയുമ്പോൾ അതിൽ വൂസോക്ക് അന്ന് സുഹോയുടെ മരണവാർത്ത കണ്ടത് ഓർക്കുന്നു. സുഹോയും സിറിയയിൽ വെച്ച് മരിച്ചപ്പോൾ ഓൺ വേൾഡ് എന്ന ചാരിറ്റി ഓർഗനൈസേഷനിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഓർത്ത് ഓൺ വേൾഡിന്റെ ഏജൻസി സ്റ്റാഫിനെ പോയി വൂസോക്ക് കാണുന്നുണ്ട്. ലൂക്ക് എന്ന് പറഞ്ഞ ആളുടെ പേര് ഞങ്ങളുടെ ലിസ്റ്റിലില്ല, മേ ബി അയാൾ വോളണ്ടിയർ ആയിരിക്കാമെന്നും സുഹോ ഞങ്ങളുടെ എംപ്ലോയി ആയിരുന്നു എന്നും പറഞ്ഞ് അവൻ്റെ ഡീറ്റെയിൽസ് അവന് കാണിച്ചു കൊടുക്കുന്നു. ഞാനിവിടെ ജോയിൻ ചെയ്യുന്നതിന് മുന്നെയാണ് സിറിയയിൽ ഒരു അപകടത്തിൽ ഇയാൾ മരിച്ചതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇയാളെപ്പറ്റി കൂടുതൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ടീം ലീഡർ കോങ്ജിൻ മിക്കവാറും അയാളെപ്പറ്റി നന്നായി അറിയാമായിരിക്കും, ആളിവിടെ ഇല്ല, അയാൾ ഉടനെ തിരികെ വരുമെന്നും പറയുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ സീനിയർ ഓഫീസറിനെ കാണാൻ ജോ വരികയും ഈ കേസിൽ നിങ്ങളുടെ കോർപ്പറേഷൻ ആവശ്യമാണെന്ന് പറയുമ്പോൾ അതിനുവേണ്ടി എന്ത് സഹായങ്ങളും ഞാൻ ചെയ്യാമെന്ന് പറയുന്നത് കേട്ട് നിങ്ങൾ ഈ കേസുമായി മുന്നോട്ട് പോകരുത്, പോലീസ് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിക്കോളാമെന്ന് അയാളോട് പറയുമ്പോൾ അങ്ങോട്ടേക്ക് വൂസോക്ക് വരുന്നു. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ ആ ഫോണിൻ്റെ കാര്യം മറയ്ക്കാൻ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു എന്ന് നിനക്കറിയാമോ എന്നും നീ ഇപ്പോഴും ഹാനിനെ വിശ്വസിച്ചിരിക്കുകയാണ്. അവൾ അവളുടെ പാരൻസിനെ കൊന്ന് ഇൻഷുറൻസ് തുക തട്ടിയെടുത്ത ആളാണെന്ന് പറയുമ്പോൾ അല്ല, അതൊരു ജോയിന്റ് സൂയിസൈഡ് ആയിരുന്നുവെന്നും 15 വയസ്സുള്ള അവൾ അതിൽ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ടതാണെന്നും അവൾ ഒരു വിക്ടിമാണെന്നും വികാരഭരിതനായി അവൻ പറയുന്നു. നിന്റെ ഇമോഷൻസ് സത്യങ്ങളെ മറച്ചു പിടിക്കുന്നു എന്ന് നിനക്ക് തോന്നുന്നില്ലേ എന്നും അവനോട് ജോ ചോദിക്കുന്നത് കട്ട് ചെയ്താൽ റോയൽ ഓപ്ഷനിലെ സ്റ്റോറേജ് റൂമിൽ അവൾ പോവുകയും അവിടെ ഉണ്ടായിരുന്ന ഓർഫൻ ഫ്രം സിറിയ എന്ന ചിത്രം ഹാൻ ഒരുപാട് നേരം നോക്കി നിൽക്കുകയും ചെയ്യുന്നു. പിന്നീട് യുൻഹോക്കിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോസോങ്ങിനോട് സോങ്സിൻ ബിസി ആയിരുന്നത് കൊണ്ട് ഹാൻ പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് അങ്ങോട്ടേക്ക് പോയതെന്നും അവൾക്ക് ബോട്ട് പ്രോപ്പറായി സ്റ്റാർട്ട് ചെയ്യുമോ എന്നും വർക്ക് ചെയ്യുമോ എന്നുള്ള പേടി കാരണമാണ് അവൾ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്നും മെക്കാനിക് എല്ലാം ശരിയാക്കിയതാണെന്നും പറയുമ്പോൾ പക്ഷേ അതിൻ്റെ പിറ്റേന്നാണ് ആക്സിഡൻ്റ് ഉണ്ടായതെന്ന് ഓഫീസർ പറയുന്നു. ആരാണപ്പോൾ നിനക്ക് കീ തന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഹാൻ ആണ് തന്നതെന്ന് പറയുന്നത് കേട്ട് അപ്പോൾ ഹാൻ പറയുന്നതെല്ലാം നീ അനുസരിക്കുമോ എന്ന് ഓഫീസർ ചോദിക്കുന്നു. അതേ സമയത്ത് തന്നെ ഹാൻ യുൻഹോക്കിനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. പിന്നീട് ഓഫീസിലിരിക്കുന്ന വൂസോക്കിനെ കോങ്ജി വിളിക്കുകയും നിങ്ങൾ എന്നെ എന്തിനാണ് അന്വേഷിച്ചതെന്ന് ചോദിക്കുമ്പോൾ സുഹോയുടെ കാര്യങ്ങൾ അറിയാനാണെന്ന് പറയുന്നതും കേട്ട് അതവൻ്റെ കാമുകി ഹാൻ കാരണം മരണപ്പെട്ടതാണെന്നും കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇന്ന് വരുമ്പോൾ നേരിട്ട് കണ്ടു പറയാമെന്നും പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീട് എയർപോർട്ടിൽ പോയി കോങ്ജിങ്ങുമായി കാറിൽ പോകുന്ന വൂസോക്കിനെ മറ്റൊരു കാർ പിന്തുടരുന്നു. കാറിലിരുന്ന കോങ്ജി ലൂക്കിനെ പറ്റി പറയുന്നു. എനിക്കവനെ ഓർമ്മയുണ്ട്, കോളേജ് തൊട്ടേ വോളണ്ടിയർ പരിപാടിയിലൊക്കെ അവൻ പങ്കെടുക്കാറുണ്ടായിരുന്നുവെന്നും അവൻ നല്ല കാശുള്ള കുടുംബത്തിൽ നിന്നാണെന്നുണ്ടെങ്കിലും അണ്ടർ പ്രിവിലേജ്ഡ് ആൾക്കാരെ സഹായിക്കാൻ താല്പര്യമുള്ള ആളായിരുന്നു. അവനെന്ന് സിറിയയിൽ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നയാൾ സംസാരിച്ച് തീരും മുന്നേ പെട്ടെന്ന് അപ്പോൾ സുഹോയുടെ കൂടെ അന്ന് ലൂക്കും അവിടെ ഉണ്ടായിരുന്നു എന്ന അതിശയത്തോടു കൂടി വൂസോക്ക് ചോദിക്കുമ്പോൾ ഇവരെ പാസ് ചെയ്ത ആ ഫോളോ ചെയ്ത കാർ മുന്നോട്ട് പോകുകയും തിരികെ അവരെ ഇടിക്കാൻ വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സോക്കിൻ്റെ കാറിന് അപകടം പറ്റുന്നു. ശേഷം ഫോളോ ചെയ്ത കാർ അവിടെ നിന്നും മടങ്ങിപ്പോകുന്നു. അപ്പോൾ അതുവഴി വന്ന ഒരു കാർ അവിടെ നിർത്തി അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ അവിടെ നിന്നും ഇറങ്ങി വരുമ്പോൾ അത് ശരിക്കും ഹാനായിരുന്നു. അവൾ അപകടം നടന്ന കാറിനെ നോക്കി നിൽക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് 6 അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡുമായി വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.